തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ ഇന്നലെ കടൽക്ഷോഭം കാരണം നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങളായ വള്ളവും വലയും അടക്കം നിരവധി വസ്തുവകകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റിംഗ് എംപിമാരും MLA മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളടക്കം രംഗത്തെത്തിയിരുന്നു. നിലവിൽ രാജ്യസഭാ MP-ആയ ആലപ്പുഴയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായ KC വേണുഗോപാലും ഇത്തരത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയുണ്ടായി. ആ കുറിപ്പിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ അദ്ദേഹം വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം സംസ്ഥാന സർക്കാരാണെന്നും സർക്കാരിന്റെ അലംഭാവമാണെന്നുമാണ് KC വേണുഗോപാൽ പറയുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ കളിക്കുന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വേലിയേറ്റത്തെ തുടർന്ന് ആലപ്പുഴയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഗുരുതരമായ നാശനഷ്ടമാണ് സംഭവിച്ചത്. കടൽക്ഷോഭത്തിൽ ആറാട്ടുപുഴയിലടക്കം നിരവധി വീടുകളും സ്ഥാപനങ്ങളും റോഡുകളും തകർന്നു. ആലപ്പുഴ ജില്ലാ കളക്ടറുമായി സ്ഥിതിഗതികൾ ഫോണിൽ ചർച്ച ചെയ്തു. കടൽഭിത്തി നിർമ്മിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഗുരുതര അലംഭാവമാണ് ഇതിന് കാരണം. സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയും ഭീതിയും അകറ്റി അവർക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിലാണ് ഗുരുതരമായ കൃത്യവിലോപം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കടലാക്രമണത്തിൽ 13 വീടുകൾ നഷ്ടപ്പെട്ട ഒറ്റമശ്ശേരിയിൽ പുലിമുട്ട് നിർമ്മാണം നിലച്ചിട്ട് മാസങ്ങളായിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എല്ലാ വർഷവും കാലവർഷത്തിന് മുൻപേ തന്നെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് തീരദേശവാസികളെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി കബളിപ്പിക്കുകയാണ്. കടൽഭിത്തിയില്ലാത്തത് കാരണം വേലിയേറ്റ സമയത്തും മഴക്കാലത്തും കടലാക്രമണത്തിൽ വീടുകളും റോഡുകളും തകരുന്നത് നിത്യസംഭവമായി മാറി. കടലാക്രമണത്തിൽ വീടുകൾ ഏത് നിമിഷവും കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ്. കടൽഭിത്തി വേണമെന്ന തീരദേശവാസികളുടെ ദീർഘകാല ആവശ്യത്തോട് സംസ്ഥാന സർക്കാർ തുടർച്ചയായി മുഖം തിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും കടലാക്രമണം ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് അപ്പുറം ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമാണ്. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് കടൽക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി തകർന്നു നിൽക്കുന്ന തീരദേശവാസികൾക്ക് ചെയ്തു കൊടുക്കേണ്ട പരിഹാരങ്ങളെ പറ്റിയും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം സർക്കാരിനോട് പറയുന്ന പരിഹാരങ്ങൾ ഇങ്ങനെയാണ്: കടൽക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഒപ്പം യുദ്ധകാലാടിസ്ഥാനത്തിൽ കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണം. കൂടാതെ മത്സ്യത്തൊഴിലാളികളെ ബലി കൊടുക്കുന്ന സർക്കാർ നയം തിരുത്താൻ തയ്യാറാകണം. അതുണ്ടായില്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കടൽക്ഷോഭത്തെ തുടർന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എടുത്തു പറയുകയും ഒപ്പം അതിൽ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുകയും പ്രശ്നത്തിന് പരിഹാരം പറയുകയും ഏറ്റവും ഒടുവിൽ താക്കീത് നൽകിയുമാണ് സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് KC വേണുഗോപാൽ അവസാനിപ്പിക്കുന്നത്. തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ശക്തമായി തന്നെയാണ് KC വേണുഗോപാൽ ഇടപെടുന്നതും.